വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട കസ്റ്റഡി തടവുകാരൻ ബാലമുരുകന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നു. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്നത് ലാഘവത്തോടെ എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. സാനു കെ സജീവ് ചേരുന്നു. സാനു, വിയ്യൂരിൽ നിന്നും രക്ഷപ്പെട്ട കസ്റ്റഡി തടവുകാരൻ ബാലമുരുകന്റെ ഒടുവിലത്തെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവരുന്നതിൽ നിന്ന് വ്യക്തമാണ് തമിഴ്നാട് പോലീസ് ബാലമുരുകനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. അങ്ങേയറ്റം ലാഘവത്തോടു കൂടിയാണ് ബാലമുരുകനെ കൈകാര്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കൈവിലങ്ങുകൾ ഇല്ലായിരുന്നു. ഭക്ഷണം കഴിച്ച് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസിന്റെ ഒരു അനാസ്ഥയാണ് ബാലമുരുകൻ രക്ഷപ്പെടാൻ ഇടയാക്കിയത് എന്നുള്ള വിമർശനങ്ങൾ ശരിവെക്കുന്നത് തന്നെയല്ലേ? രോഹിണി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വൈകിട്ട് 10:30 ബാലമുരുകൻ എന്ന് പറയുന്ന കുപ്രസിദ്ധനായിട്ടുള്ള കവർച്ചക്കാരൻ രക്ഷപ്പെടുന്നത്. തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്നാണ് വിയ്യൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് വെച്ച് ഈ തസ്കരൻ അല്ലെങ്കിൽ ഈ ഒരു കൊള്ളക്കാരൻ രക്ഷപ്പെടുന്നത്. എന്തായാലും അതിനുശേഷം വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ് ഇത്തരത്തിൽ ഈ ഒരു കവർച്ചക്കാരൻ രക്ഷപ്പെടാൻ കാരണമെന്നുള്ള രീതിയിലേക്ക് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കേരള പോലീസ് എത്തിയിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആലത്തൂരിൽ നിന്നും ഈ പ്രതിയുമായിട്ട് തമിഴ്നാട് പോലീസ് ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എത്രത്തോളം അലംഭാവത്തോടു കൂടിയാണ്, ലാഘവത്തോടു കൂടിയാണ് ഈ ഒരു പ്രതിനെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്തത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കൈവിലങ്ങുകൾ പൂർണ്ണമായി അഴിച്ച് പോലീസുകാരോട് വളരെ നല്ല രീതിയിൽ സൗഹൃദ സംഭാഷണമൊക്കെ നടത്തി ഹോട്ടലിന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനുശേഷം ഈ കാറിൽ കയറ്റിയ പ്രതിയെ കൈവിലങ്ങടകാൻ പോലീസുകാർ തയ്യാറായില്ല എന്ന് തന്നെയാണ് കേരള പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം ആണ് ഈ വിയ്യൂർ സെൻട്രൽ ജയിലിന് സമീപത്ത്, അതായത് 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലെത്തുമ്പോൾ ഇയാൾക്ക് മൂത്രമൊഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങുകയും തുടർന്ന് ഈ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഓടി കയറിയത് സെൻട്രൽ ജയിലിന്റെ വളപ്പിലേക്ക് തന്നെയാണ്. ആ മതിൽക്കെട്ടുകളാണ് ചാടിക്കടന്നത്. തുടർന്നാണ് ഇത് സെൻട്രൽ ജയിലാണെന്ന് മനസ്സിലാക്കുകയും പ്രതി തിരിച്ച് റോഡിലേക്ക് ചാടി മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയും ചെയ്തത്. എന്നാൽ ഇത്തരത്തിലാണ്, അതായത് മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടു എന്ന തരത്തിലാണ് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മൊഴി വന്നിരിക്കുന്നത്. അങ്ങനെയല്ല എന്നാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ, പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. സമീപത്ത് ഇന്നലെ വൈകി ഏറെ വൈകി, അതായത് പ്രതി ചാടിപ്പോയതിനു ശേഷം പുലർച്ചെ 2:30 ഒരു സൈക്കിളിൽ ഈ ബാലമുരുകൻ എന്ന് പറയുന്ന പ്രതിനെ കണ്ടതായിട്ടും തുടർന്ന് ആ പ്രദേശത്ത് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയതുമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ തമിഴ്നാട് പോലീസ് നൽകിയിട്ടുള്ള മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണമായിരുന്നു ആദ്യഘട്ടത്തിൽ കേരള പോലീസ് നടത്തി. എന്തായാലും അതിനുശേഷം ഈ പ്രതി ചാടിയതിനു ശേഷം ഇന്നലെ ഉച്ചയോടുകൂടി തമിഴ്നാട് പോലീസ് തിരികെ തമിഴ്നാട്ടിലേക്ക് പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത അനാസ്ഥയും വീഴ്ചയുമാണ് ഈ ബാലമുരുകൻ എന്ന് പറയുന്ന 53-ലധികം കേസുകളുള്ള ഇയാൾ രക്ഷപ്പെടുന്നതിലേക്ക് വഴി തെളിച്ചത് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതെ സാനു, അപകടകാരിയായ ഒരു ക്രിമിനലാണ്. ഇയാളെ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഈ അന്വേഷണങ്ങളൊക്കെ ഏത് രീതിയിലാണ്, തിരച്ചിലൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? തീർച്ചയായിട്ടും കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ ബാലമുരുകൻ അതായത് ജില്ല വിട്ട് പോകാനുള്ള സാധ്യതയില്ല എന്നൊരു കരുതലിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് കേരള പോലീസിന്റെ അന്വേഷണം പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ വാഹനത്തിൽ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ട് ഇയാൾ രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ തന്നെ കേരളം വിട്ടു പോകാനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് കേരള പോലീസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ പല നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ സെൻട്രൽ ജയിലിന്റെ ഭാഗമായിട്ടുള്ള 140 ഏക്കർ പ്രദേശവും അരിച്ചു പെറുക്കുന്ന നിലയിലായിരുന്നു ആദ്യത്തെ അന്വേഷണം. അതായത് ഇയാൾ ആദ്യം ചാടിക്കയറിയത് ഈ ജയിൽ വളപ്പിലേക്കാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ കിടപ്പുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന കാര്യങ്ങളായിരുന്നു പോലീസ് അന്വേഷിച്ചത്. തുടർന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന് പുറത്തേക്കും നിലവിൽ അന്വേഷണം പോകുന്നുണ്ട്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.